കട്ടപ്പനയിൽ ഹോട്ടലിന്റെ ഓട വൃത്തിയാക്കുന്നതിനിടെ അപകടം. ഓട വൃത്തിയാക്കുന്നതിനിടെ ഒരാൾ കുടുങ്ങി. രക്ഷിക്കാനിറങ്ങിയ 2 പേരും കുഴിയിൽപ്പെട്ടതായാണ് വിവരം. 3 പേർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രാഹുൽ സുരേഷുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, എപ്പോഴാണ് ഈ 3 പേരും ഈ ഓടയിലേക്ക് വീഴുന്നത്? ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ആര്യ, ഈ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് 3 പേർ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 3 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. കട്ടപ്പന പുളിയമല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് തൊട്ട് മുന്നിൽ ഓറഞ്ച് ഹോട്ടലിന്റെ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ഓറഞ്ച് ഹോട്ടലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഒരു സംഘത്തിന് ഇതിന്റെ കൊട്ടേഷൻ നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആളുകളാണ് ഇത് വൃത്തിയാക്കാൻ വേണ്ടി എത്തിയത്. അതിൽ അരമണിക്കൂർ മുമ്പാണ് ഈ അപകടം നടക്കുന്നത്. ആദ്യം ഓട വൃത്തിയാക്കാൻ വേണ്ടി ഒരു തമിഴ്നാട് സ്വദേശി ഇറങ്ങുന്നു. പക്ഷേ ആളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ആൾ അപകടത്തിൽപ്പെട്ടതോടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ കൂടി ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷേ ആ 2 പേർക്കും ഓക്സിജൻ ലഭിക്കാതെ 3 പേരും ഈ ഓടയിൽ കുടുങ്ങുകയായിരുന്നു. അങ്ങനെയാണ് 3 പേർ ഈ സെപ്റ്റി ടാങ്കിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനം. കട്ടപ്പന ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം സാർ? NDFR-ന്റെ അവരുടെ റെസ്ക്യൂ ടീം ഉടനെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 3 പേര് കുടുങ്ങിയിട്ടുണ്ട് അല്ലേ? 3 പേര് കുടുങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം എത്ര നേരം മുമ്പാണ് ഈ അപകടം നടന്നിട്ടുള്ളത്? കഴിഞ്ഞ 10 അടുത്തുള്ള സമയം. ഇതിൻ്റെ അന്വേഷണ പ്രവർത്തകർ പുരോഗമിക്കുകയായിരുന്നു അല്ലേ? കുറച്ച് നേരമായിട്ട് അവർ വിളിക്കുന്നു. മറ്റുള്ള ചുറ്റുമുള്ളവരൊക്കെ ആൾക്കാരെ വിളിച്ചു കൂട്ടി എടുക്കാനുള്ള താമസം വന്നു. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് വളരെ സ്പേസ് കുറഞ്ഞ സ്ഥലമാണ്. അത് JCBക്ക് എന്തെങ്കിലുമൊക്കെ ഇളക്കി മാറ്റിയാലായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് നടത്താൻ കഴിയുള്ളൂ. അതായത് മുകൾ ഭാഗത്ത് അത്യാവശ്യം ഹോള് കുറവാണ്. താഴേക്ക് അത്യാവശ്യം ആഴമുണ്ട്. താഴെ വലിയ റൗണ്ട് ഹോളാണ്. അതാണ് അപകടത്തിന് വ്യാപ്തി കൂട്ടുന്നത്. ആര്യ, അതായത് ഈ മുകൾ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. മുകൾ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിന്റെ ആഴം കുറവാണെന്ന് തോന്നും. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആഴം ഉണ്ട് എന്നാണ് ഇവിടെയുള്ള പരിസരവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. പിന്നിട്ടിട്ടില്ലേ ആള്? 3 ആൾക്കാരും അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനായ സിലിണ്ടർ എത്തിക്കുമ്പോൾ തന്നെ ആ ഒരു തടസ്സം നമ്മൾ കണ്ടതാണ്. ഈ ഓടയുടെ മുകൾ ഭാഗം ഈ പൊളിച്ചു നീക്കുന്നത് അത് സാധ്യമാണോ? ആര്യ, നിലവിൽ പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം 3 പേരുമായി നിലവിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ വാൽവ് താഴേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ 3 പേരുമായി നിലവിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ JCBയുടെ സഹായത്തോടെ മുമ്പ് ഇവിടെയുള്ള പ്രദേശവാസി സൂചിപ്പിച്ച പോലെ തന്നെ JCB എത്തിച്ച ശേഷം മുകൾ ഭാഗം പൊളിച്ച ശേഷം കൂടുതൽ ആഴത്തിൽ അത് പൊളിച്ചു നീക്കിയാൽ മാത്രമാണ് അതിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കാരണമായി പറയുന്നത് മുകൾ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാര്യമായി ആഴം തോന്നില്ല. പക്ഷേ ഉള്ളിലേക്ക് നല്ല ആഴമുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുകൾ ഭാഗം കൂടുതൽ പൊളിച്ചു മാറ്റിയാൽ മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകൂ. എന്താണെങ്കിലും 3 പേരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 3 പേരെ കുറിച്ച് നിലവിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ഈ സിലിണ്ടർ കണക്ട് ചെയ്ത ശേഷം ഒരു ഹോസ് താഴേക്ക് എടുത്തിട്ടിരുന്നു. പക്ഷേ അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിലവിൽ 3 പേർക്കും സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. മറ്റു ഭാഗത്തും ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മറ്റ് സംവിധാനങ്ങൾ സ്ഥലത്തുള്ളത് മറ്റു സംവിധാനങ്ങൾ എത്തുമെന്നാണോ? എന്താണ് പ്രദേശവാസികൾ, നാട്ടുകാരെന്താണ് പറയുന്നത്? ആര്യ, നിലവിൽ പോലീസും ഫയർഫോഴ്സും NDRFന്റെ സഹായം തേടിയിട്ടുണ്ട്. NDRF സംഘം ഇടുക്കി ജില്ലയിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന NDRF സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. NDRF എത്തുകയാണെങ്കിൽ അല്പം കൂടി വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം 3 ജീവനുകളാണ് ഈ കുഴിക്കുള്ളിൽ, ഈ സെപ്റ്റി ടാങ്കിനുള്ളിൽ കിടക്കുന്നത്. ആ 3 പേരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള ഏക ശ്രമം. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള സജ്ജവും ഉടനടി എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാട്ടുകാരുടെ സഹായമുണ്ട്, പോലീസിന്റെ സഹായമുണ്ട്, ഫയർഫോഴ്സിന്റെ സഹായമുണ്ട്. ഇപ്പോൾ ചെറിയ ഒരു മഴ കൂടി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. എന്നാണെങ്കിലും ഈ 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാരുടെ സഹായമുണ്ട്. അങ്ങനെ എല്ലാവരും
ഒന്നിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സെപ്റ്റി ടാങ്കിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോൾ മാത്രമാണുള്ളത്. പക്ഷേ ഉള്ളിലേക്കാണ് അതിൻ്റെ ആഴം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആഴം വ്യക്തമാവുകയും ചെയ്യും. അങ്ങനെ ആദ്യം ഒരാൾ ഈ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ആളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് 3 പേരും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആദ്യം ഫയർഫോഴ്സിനെ അറിയിച്ചു, അങ്ങനെ പോലീസിനെ അറിയിച്ചു. അങ്ങനെ ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു. ഏതാണ്ട് 10 മണി മുതൽ രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതിന് പിന്നാലെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് എത്തിയിട്ട് ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കാണുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്, അതിന്റെ ഓപ്പണിംഗ് മാത്രമാണ്, അതും ചെറിയൊരു ഭാഗം മാത്രം. ഈ ഹോട്ടൽ ജീവനക്കാർക്ക് അറിയില്ലേ, ഇതിന് മുൻപും വൃത്തിയാക്കിയിട്ടുണ്ടാകാമല്ലോ, എത്രത്തോളം ഉണ്ടാകും അതിന് ആഴം എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടോ? ആര്യ, ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് ഈ ഓറഞ്ച് ഹോട്ടൽ, അതായത് കട്ടപ്പന പുളിയമല റോഡിലാണ് ഈ ഓറഞ്ച് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. 2 ആഴ്ച മുമ്പാണ് ഈ ഹോട്ടലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതായത് നിലവിലുണ്ടായിരുന്ന ഹോട്ടലിന്റെ സ്ഥിതിഗതികൾ മാറ്റിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത് നിർത്തിവെച്ചുകൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി ഇവിടുത്തെ ടൈലുകൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു മുന്നോട്ട് പോകുന്നത്. അതിന്റെ അവസാന ഘട്ടം എന്ന നിലയിലാണ് ഈ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾക്കായി തമിഴ്നാട്ടിലെ ഒരു ഏജൻസിക്ക് കൊട്ടേഷൻ നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ ആദ്യം ഒരാൾ ഈ കുഴിയിലേക്ക് ഇത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. അത് ഇവിടെ മോട്ടോർ ഉൾപ്പെടെ ഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ മലിനജലം പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മോട്ടോർ ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആള് അതിനകത്തേക്ക് ഇറങ്ങിയ ശേഷം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഒരാൾ അകത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ആൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വന്നതോടെ ആൾ അതിൻ്റെ അകത്ത് കുടുങ്ങുകയായിരുന്നു. നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. കാരണം അതിരൂക്ഷമായ ദുർഗന്ധമാണ് അതിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ JCB കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ JCB സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. JCBയുടെ സഹായത്തോടെ ഈ സംഭവ സ്ഥലത്ത് JCB ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ പുറം മോടി, അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഹോളാണ്, ആ സമീപത്തെ കൂടുതൽ ഭാഗം തുറന്നു മാറ്റിക്കൊണ്ട് കുഴി കുഴിച്ചുകൊണ്ട് ഈ ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സാർ, ഇപ്പോൾ JCB സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലേ? സ്ഥലത്തെത്തി. ഇതൊരു വലിയ ടാങ്കാണ്. അപ്പം ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് ഏരിയയാണിത്. അപ്പോൾ പാർക്കിംഗ് ഏരിയയുടെ സൗകര്യത്തിന് വേണ്ടി ടാങ്ക് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിലാണ് ഈ വലിയ ടാങ്ക് ഉള്ളത്. ഒരു 2 അടി സ്ക്വയർ മാത്രമുള്ള ഒരു ഹോളേ അതിനുള്ളൂ. കാരണം പൈപ്പ് വെച്ച് വെള്ളം അടിച്ച് കളയുന്ന ഒരു സംവിധാനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ വേസ്റ്റ് വെള്ളം അത് സ്റ്റോറിങ് കപ്പാസിറ്റി വളരെ കൂടുതലുള്ള ഒരു ടാങ്കായിരുന്നു. കാരണം പല സമയങ്ങളിലും നേരത്തെ തന്നെ പല രൂക്ഷമായ ദുർഗന്ധം രാത്രി സമയങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വലിയ രൂക്ഷഗന്ധം സമീപവാസികൾക്ക് അനുഭവപ്പെടുമായിരുന്നു. ആര്യ, ഈ ഇവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഇതൊരു പാർക്കിംഗ് ഏരിയ കൂടിയാണ്. ഈ സെപ്റ്റി ടാങ്കിന്റെ മുകളിലാണ് പാർക്കിംഗ് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് സെപ്റ്റി ടാങ്ക് മൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ JCBയുടെ സഹായത്തോടെ ഈ കോൺക്രീറ്റ് വാളുകൾ പൊളിച്ചുകൊണ്ട് ഈ സെപ്റ്റി ടാങ്ക് പൊളിച്ചു നീക്കാനുള്ള ശ്രമം കൂടിയാണ് പുരോഗമിക്കുന്നത്. കാരണം 3 ജീവനാണ് ഈ സെപ്റ്റി ടാങ്കിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അവരെ 3 പേരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെ സഹായത്തോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണവും ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോൺക്രീറ്റ് വാളുകൾ പൊളിച്ചു നീക്കിക്കൊണ്ട് ഈ സെപ്റ്റി ടാങ്ക് പൊളിച്ചു നീക്കുക എന്നൊരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതായത് രക്ഷാപ്രവർത്തനം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഓക്സിജൻ സിലിണ്ടർ അതിൻ്റെ അകത്തേക്ക് എത്തിച്ചുകൊണ്ട് ആളുകളെ പുറത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടതോടെ ഇപ്പോൾ JCB സംഭവ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു. ഈ കോൺക്രീറ്റ് വാളുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിക്കൊണ്ട് ഈ സെപ്റ്റി ടാങ്ക് പൊളിച്ചു നീക്കിക്കൊണ്ട് ആളുകളെ പുറത്തെടുക്കാൻ കഴിയുമോ എന്നാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും വിജയത്തിലെത്തിക്കും.